Good morning, students. Today we learn about ferromagnetism or ferromagnetic materials. അപ്പം നമ്മൾ മാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ ക്ലാസിഫിക്കേഷനകത്ത് ഡയമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്താണെന്നും പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്താണെന്നും പഠിച്ചു കഴിഞ്ഞു. അപ്പം ദ തേർഡ് ടൈപ്പ് ഈസ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ഓർ ഫെറോമാഗ്നറ്റിസം. അപ്പം നമ്മൾ തൊട്ട് പറഞ്ഞപ്പോൾ ഡയമാഗ്നറ്റിക് മെറ്റീരിയൽസിനെ പറ്റി പഠിച്ചത് എങ്ങനെയാണ്? ദേ ആർ വീക്ക് മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്നാണ് പഠിച്ചത്. രണ്ടാമത്തത് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആകുമ്പോൾ അതിന് ഫീബിൾ അട്രാക്റ്റീവ് ഫോഴ്സ് ടുവേർഡ്സ് ദ മാഗ്നറ്റിക് ഫീൽഡ്, ഒരു ചെറിയ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കുന്ന മെറ്റീരിയൽസ് ആണ് ഏതെന്ന് പറയുന്നത് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ദേ ആർ ദ സ്ട്രോങ് മാഗ്നറ്റിക് മെറ്റീരിയൽസ്. കോമൺലി നമുക്കറിയാവുന്ന മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആയിട്ടുള്ള അയൺ, കൊബാൾട്ട്, നിക്കൽ, ഇതെല്ലാം ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ്. അപ്പം ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് എന്താണ്? സ്ട്രോങ് മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ്. ദാറ്റ് ഈസ് ദ ബേസിക് കൺസെപ്റ്റ്. ഇനി നമ്മൾ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പം നമുക്കറിയാം പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചു പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആർ ഫോംഡ്, അല്ലെങ്കിൽ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസിന് മാഗ്നറ്റിസം കൊടുക്കുന്നത് എന്താണ്? അതിനകത്തുള്ള അൺപെയർഡ് ഇലക്ട്രോൺസിൻ്റെ മാഗ്നറ്റിക് മൊമെൻ്റ് ആണ്. അപ്പം ദാറ്റ് ഈസ് ആ മെറ്റീരിയലിന് എന്തോ ഉണ്ടായിരുന്നു, ഒരു ഇൻട്രിൻസിക് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് ഉണ്ടായിരുന്നു. പക്ഷേ റാൻഡം ഓറിയൻറ്റേഷൻ ആയതുകൊണ്ട് ഇൻഎഫക്റ്റായിട്ട് മാഗ്നറ്റിക് എഫക്റ്റ് ഇല്ല. അങ്ങനെയാണ് നമ്മൾ പാരാമാഗ്നറ്റിസത്തിൽ പഠിച്ചത്. ഇവിടെയും അതുപോലെ തന്നെ ഫെറോമാഗ്നറ്റിസം ഈസ് ഓൾസോ അസോസിയേറ്റഡ് വിത്ത് ദ പ്രസൻസ് ഓഫ് പെർമനൻറ്റ് മാഗ്നറ്റിക് ഡൈപോൾസ്. അപ്പം ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസിന് മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ടാകുന്നതും എന്തുകൊണ്ട് തന്നെയാണ്? അൺപെയർഡ് ഇലക്ട്രോൺസിൻ്റെ സ്പിൻ ആൻഡ് ഓർബിറ്റൽ മോഷൻ മൂലമുള്ള മാഗ്നറ്റിക് മൊമെൻറ്റ്സ് ആണ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസിന് മാഗ്നറ്റിക് എഫക്റ്റ് കൊടുക്കുന്നത്. പക്ഷേ പാരാമാഗ്നറ്റിക്സത്തിനകത്ത് റാൻഡം ഓറിയൻറ്റേഷനിലാണെങ്കിൽ ഇവിടെ അങ്ങനെ ആയിരിക്കത്തില്ല. ഫെറോമാഗ്നറ്റിസത്തിനകത്ത് തൊട്ടടുത്തുള്ള എല്ലാ മാഗ്നറ്റിക് അല്ലെങ്കിൽ അഡ്ജസൻറ്റ് ആറ്റംസിൻ്റെയും മാഗ്നറ്റിക് മൊമെൻറ്റ്സ് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ തന്നെ അലൈൻ ചെയ്ത് നിൽക്കും. അതായത് ഇൻ ദ ആബ്സെൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസ് ഇല്ലാതെ തന്നെ അതിൻ്റെ ഉള്ളിൽ എന്തോ കാണും, ഒരു മാഗ്നറ്റിക് മൊമെൻറ്റ് കാണും. അതാണ് പാരാമാഗ്നറ്റിസവും ഫെറോമാഗ്നറ്റിസവും തമ്മിലുള്ളൊരു വ്യത്യാസം. അപ്പം പാരാമാഗ്നറ്റിസം ആണെങ്കിൽ അതിനകത്തുള്ള ഓരോ ആറ്റത്തിനും ഇൻട്രിൻസിക് ഡൈപോൾ മൊമെൻ്റ് ഉണ്ട്. പക്ഷേ തെർമൽ എനർജി മൂലം ദേ ഹാവ് റാൻഡം ഓറിയൻറ്റേഷൻ, ഇപ്പം നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് സീറോ ആയി പോകും. ഫെറോമാഗ്നറ്റിസത്തിൻ്റെ കേസിലാണെങ്കിൽ അങ്ങനെയല്ല. ഇവിടെയും അൺപെയർഡ് ഇലക്ട്രോൺസ് മൂലമുള്ള മാഗ്നറ്റിക് മൊമെൻ്റ് ആണ്. പക്ഷേ അതിനൊരിക്കലും റാൻഡം ഓറിയൻറ്റേഷൻ അല്ല. ഇതിനകത്തുള്ള ഓരോ അറ്റോമിക് മാഗ്നറ്റിക് ഡൈപോൾസും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ തന്നെ അലൈൻ ചെയ്ത് നിൽക്കും. അതായത് ഫീൽഡിൽ വെക്കാത്തപ്പോൾ തന്നെ, ഫീൽഡിൻ്റെ പ്രസൻസ് ഇല്ലെങ്കിൽ തന്നെയും ആ മെറ്റീരിയലിന് ഏത് പ്രോപ്പർട്ടി കാണിക്കും? ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണിക്കും, അല്ലെങ്കിൽ ആ മെറ്റീരിയലിന് ഒരു ഇൻട്രിൻസിക് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് കാണും. ആൻഡ് ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പ്രോപ്പർട്ടി. അപ്പം ഫെറോമാഗ്നറ്റിസിൻ്റെ ആദ്യത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നതാണ് in the absence of external magnetic field, a ferromagnetic material has an intrinsic dipole moment, or it has a magnetic effect or magnetic property or magnetization. അതായത് ഫീൽഡിൻ്റെ ആബ്സെൻസിലും ആ മെറ്റീരിയലിനുള്ളിൽ എന്തുണ്ട്? ഒരു മാഗ്നറ്റൈസേഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സ്പോണ്ടേനിയസ് മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പ്രോപ്പർട്ടി. എ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ പൊസസ് സ്പോണ്ടേനിയസ് മാഗ്നറ്റൈസേഷൻ. ഇപ്പോൾ സ്പോണ്ടേനിയസ് മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞ ടേം കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇൻ ദ ആബ്സെൻസ് ഓഫ് അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് ദർ ഈസ് എ മാഗ്നറ്റൈസേഷൻ ഇൻസൈഡ് ദി ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആബ്സെൻസിലും ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിനുള്ളിൽ ഒരു മാഗ്നറ്റൈസേഷൻ ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്പോണ്ടേനിയസ് മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഇനിയും ഈ സ്പോണ്ടേനിയസ് മാഗ്നറ്റൈസേഷൻ എവിടെ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്നറിയാമോ? ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് താഴെ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അതായത് ഫീൽഡിൻ്റെ പ്രസൻസ് ഇല്ലാതെ, ഫീൽഡിൻ്റെ ആബ്സെൻസിൽ ആ മെറ്റീരിയലിനൊരു മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ ഈ മാഗ്നറ്റിക് മൊമെൻ്റ് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ താഴെയാണെങ്കിൽ മാത്രമേ ആ മെറ്റീരിയൽ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ആൻഡ് ദാറ്റ് ടെമ്പറേച്ചർ ഈസ് കോൾഡ് ദ ക്യൂറി ടെമ്പറേച്ചർ. അപ്പം സെക്കൻഡ് പോയിന്റ് ഈസ് ദ സ്പോണ്ടേനിയസ് മാഗ്നറ്റൈസേഷൻ എക്സിസ്റ്റ് ഓൺലി ബിലോ എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ കാൾഡ് ക്യൂറി ടെമ്പറേച്ചർ. ഇനി എബോ ക്യൂറി ടെമ്പറേച്ചർ ഈ മെറ്റീരിയൽ എന്തായിട്ട് മാറും എന്നറിയാമോ? ഇതൊരു പാരാമാഗ്നറ്റിക് മെറ്റീരിയലായിട്ട് മാറും. അപ്പം പാരാമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ പ്രത്യേകത എന്താണ്? ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും? സസെപ്റ്റിബിലിറ്റി കുറയും. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു.
അപ്പം ഇതിനകത്ത് നമ്മൾ 2-3 പ്രോപ്പർട്ടി പറഞ്ഞു ഫെറോമാഗ്നറ്റിസത്തിൻ്റെ. ഒന്നുകൂടെ നോക്കാം. ലൈക്ക് പാരാമാഗ്നറ്റിസം, ഫെറോമാഗ്നറ്റിസം ഈസ് ഓൾസോ അസോസിയേറ്റഡ് വിത്ത് ദ പ്രസൻസ് ഓഫ് പെർമനൻറ്റ് മാഗ്നറ്റിക് ഡൈപോൾസ്. അപ്പോൾ അതിനുള്ളിൽ എന്തുണ്ട്? പെർമനൻറ്റ് മാഗ്നറ്റിക് ഡൈപോൾസ് ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ദേ ആർ ഫോംഡ് വിത്ത് ആറ്റംസ് ഹാവിങ് അൺപെയർഡ് ഇലക്ട്രോൺസ്, അല്ലെങ്കിൽ ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൊണ്ട് ഫോം ചെയ്തേക്കുന്ന ആറ്റംസിൻ്റെ തന്നെയാണ് ഏതിലുള്ളത്? ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിലുള്ളത്. ഇനി ബട്ട് unlike paramagnetism, the magnetic moments of adjacent atoms are aligned in a particular direction even in the absence of magnetic field. ഇപ്പോൾ പാരാമാഗ്നറ്റിസത്തെ പോലെ അല്ലാതെ ഫെറോമാഗ്നറ്റിസത്തിനകത്ത് എങ്ങനെയായിരിക്കും? അഡ്ജസൻറ്റ് ആറ്റംസിൻ്റെ മാഗ്നറ്റിക് മൊമെൻ്റ് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ തന്നെയായിരിക്കും അലൈൻ ചെയ്ത് നിൽക്കുന്നത്. ദസ് എ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ എക്സിബിറ്റ്സ് എ മാഗ്നറ്റിക് മൊമെൻറ്റ് ഈവൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആബ്സെൻസിൽ പോലും ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിൽ ഒരു മാഗ്നറ്റിക് മൊമെൻ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ദ മാഗ്നറ്റൈസേഷൻ എക്സിസ്റ്റിംഗ് ഇൻ എ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ഇൻ ദ ആബ്സെൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് കോൾഡ് സ്പോണ്ടേനിയസ് മാഗ്നറ്റൈസേഷൻ. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പോണ്ടേനിയസ് മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി നമ്മൾ എപ്പോഴും അങ്ങനെ പറയത്തുള്ളൂ, ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ എക്സിബിറ്റ് സ്പോണ്ടേനിയസ് മാഗ്നറ്റൈസേഷൻ. അപ്പോൾ ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. ആൻഡ് അടുത്ത പ്രോപ്പർട്ടി എന്താണ് പറഞ്ഞത്? ദ സ്പോണ്ടേനിയസ് മാഗ്നറ്റൈസേഷൻ എക്സിസ്റ്റ് ഓൺലി ബിലോ എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ കോൾഡ് Curie ടെമ്പറേച്ചർ ആൻഡ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് TC. And above Curie temperature, the thermal effects offset the spin alignment and the ferromagnetic substance become paramagnetic. അപ്പം ടെമ്പറേച്ചർ TCക്ക് അല്ലെങ്കിൽ ക്യൂറി ടെമ്പറേച്ചറിന് എബോവ് ആയി കഴിഞ്ഞാൽ അവിടെ തെർമൽ എനർജി കൂടുതൽ എഫക്റ്റ് വരും. ആ തെർമൽ എനർജി അതിൻ്റെ, ഇപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞതെന്ന് പറയുന്നത് എല്ലാ മാഗ്നറ്റിക് മൊമെൻറ്റ്സും ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ അലൈൻ ചെയ്ത് നിൽക്കുമായിരിക്കും. ആ അലൈൻമെൻറ്റിനെ എല്ലാം അതെന്ത് ചെയ്യും? ഓഫ്സെറ്റ് ചെയ്ത് അതിന് ഡിസ്റ്റർബ് ചെയ്യും. അപ്പം എന്തായിട്ട് മാറും? ആ മെറ്റീരിയൽ ഒരു പാരാമാഗ്നറ്റിക് മെറ്റീരിയലായിട്ട് മാറും. അപ്പോൾ അത് ഓർത്തോളാം. ഇനി സം ഓഫ് ദി എക്സാമ്പിൾസ് ആർ അയൺ, കൊബാൾട്ട്, നിക്കൽ and some alloys such as manganese, bismuth, Mn, As, CrO2 etc. are the examples of ferromagnetic materials. ഇനി ഇതിൻ്റെ കുറേ പ്രോപ്പർട്ടീസ് കൂടെ നമുക്ക് പഠിക്കാം. ഇപ്പോൾ ഈ പറഞ്ഞത് കൂടാതെ തന്നെ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ പൊസസ് സ്പോണ്ടേനിയസ് മാഗ്നറ്റൈസേഷൻ. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി ദ സ്പോണ്ടേനിയസ് മാഗ്നറ്റൈസേഷൻ എക്സിസ്റ്റ് ഓൺലി ബിലോ എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ കോൾഡ് Curie ടെമ്പറേച്ചർ ആൻഡ് എബോവ് Curie ടെമ്പറേച്ചർ ദ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ബിക്കംസ് പാരാമാഗ്നറ്റിക്. അപ്പോൾ ആ രണ്ട് പ്രോപ്പർട്ടി നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനിയും അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ദ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് അക്വയർ എ ലാർജ് മാഗ്നറ്റൈസേഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് ഈവൻ എ വീക്ക് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഓൾറെഡി ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ ബിലോ Curie ടെമ്പറേച്ചറിൽ എന്തുണ്ട്? സ്പോണ്ടേനിയസ് മാഗ്നറ്റൈസേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ട്. ഇനിയും ഇതിനെ ഒരു ചെറിയ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ പോലും ഈ മെറ്റീരിയലിനകത്ത് വളരെ അധികം മാഗ്നറ്റൈസേഷൻ അക്വയർ ചെയ്യും. അപ്പോൾ അതാണ് തേർഡ് പ്രോപ്പർട്ടി. ഇനി അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആർ നോൺ ലീനിയർ മാഗ്നറ്റിക് മെറ്റീരിയൽസ്. അപ്പോൾ എന്താണ് ലീനിയർ മാഗ്നറ്റിക് മെറ്റീരിയൽസ്? ഓൾറെഡി നമ്മൾ പാരായും ഡയായും പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതാണ്. ദ റിലേഷൻ കണക്റ്റിംഗ് M and H, അതായത് നമുക്കറിയാം M ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്? H ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുമായിരുന്നു? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. M ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? Chi-H എന്ന് എഴുതാൻ പറ്റും. ശരിയാണല്ലോ? ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ആൻഡ് ഈ ഒരു റിലേഷൻ ഫോളോ ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസ് ദാറ്റ് ഈസ് M ഈസ് പ്രൊപ്പോർഷണൽ ടു H കൂടുന്നതനുസരിച്ച് M കൂടിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ M H തമ്മിലൊരു ഗ്രാഫ് വരയ്ക്കുവാണെങ്കിൽ വി ഗെറ്റ് എ ലീനിയർ ഗ്രാഫ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കിട്ടുന്നത്. ഈ റിലേഷൻ ഫോളോ ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസിനെ നമ്മൾ ലീനിയർ മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്നാണ് പറയുന്നത്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പം പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസും ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസും ലീനിയർ മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ്. പക്ഷേ ഏതെന്ന് പറയുന്നത് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് നോൺ ലീനിയർ മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? എമ്മും എച്ചും തമ്മിലൊരു ഗ്രാഫ് വരയ്ക്കുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടത്തില്ല? ഒരു ലീനിയർ കർവ് കിട്ടത്തില്ല, അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് കിട്ടത്തില്ല. അപ്പം എമ്മും എച്ചും തമ്മിലൊരു ലീനിയർ റിലേഷൻ അല്ല ഏതിൽ? ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ്. ആൻഡ് ദേ പോസസ് ഹിസ്റ്റീരിസിസ്. അപ്പം നിങ്ങൾ ഓൾറെഡി പ്ലസ് ടുവിന് പഠിച്ചിട്ടുള്ളതാണ്. ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ കേസിൽ എമ്മും എച്ചും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്ന ഒരു ഹിസ്റ്റീരിസിസ് കർവ് ആയിരിക്കും കിട്ടുന്നത്. നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്രയും ഇവിടെ ഓർത്തിരിക്കുക. ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് ആർ നോൺ ലീനിയർ മാഗ്നറ്റിക് മെറ്റീരിയൽസ്. അപ്പോൾ അതെന്താണെന്ന് ഓർത്തിരിക്കുക. എന്തുകൊണ്ടാണ് നോൺ ലീനിയർ എന്ന് പറയുന്നത്?
ദാറ്റ് ഈസ് എന്തുകൊണ്ടാണ് എമ്മും എച്ചും തമ്മിലൊരു ലീനിയർ റിലേഷൻ ഇല്ല. ദാറ്റ് ഈസ് ദേ പൊസസ് ഹിസ്റ്റീരിസിസ്. ഇനിയും അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഈസ് വെരി ലാർജ് ആൻഡ് പോസിറ്റീവ്. അപ്പം നമ്മൾ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസിൻ്റെ കാര്യം പറഞ്ഞു, സസെപ്റ്റിബിലിറ്റി പോസിറ്റീവാണ് പക്ഷേ സ്മോൾ വാല്യൂ ആണ്. ഈ കേസിൽ ഫെറോയ്ക്ക് വരുമ്പോഴത്തേക്ക് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഈസ് വെരി ലാർജ് ആൻഡ് പോസിറ്റീവ് വാല്യൂ. അതുപോലെ തന്നെ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്തായിരിക്കും? വെരി ഹൈ വാല്യൂ ആയിരിക്കും. ഇനി ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ സ്ട്രോങ്ലി അട്രാക്റ്റഡ് ഇൻ ടു ദി ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് വെൻ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇനിയും ഈ കേസിലും ദ സസെപ്റ്റിബിലിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്കിനി ഇതിൻ്റെ ക്ലാസിക്കൽ തിയറി പഠിക്കാനുണ്ട്. അപ്പോൾ തിയറി പഠിക്കുമ്പം നമ്മൾ ഈ കേസിൽ ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ എബോ ക്യൂറി ടെമ്പറേച്ചറിൻ്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ പഠിക്കുന്നത്. ബിലോ ക്യൂറി ടെമ്പറേച്ചർ ദെയർ എക്സിസ്റ്റ് സ്പോണ്ടേനിയസ് മാഗ്നറ്റൈസേഷൻ. അവിടുത്തെ സ്റ്റേറ്റ് ഒരു കോംപ്ലക്സ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ അതിനെ പറ്റിയുള്ള തിയറി നമുക്കിവിടെ പഠിക്കാനില്ല. നമുക്ക് ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ ബിഹേവിങ് എങ്ങനെയാണ്, ഹൗ ഇറ്റ് ബിഹേവ്സ് എബോവ് ക്യൂറി ടെമ്പറേച്ചർ. ക്യൂറി ടെമ്പറേച്ചർ എബോവ് ഇറ്റ് ബിക്കംസ് പാരാമാഗ്നറ്റിക് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റിലെ തിയറിയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കത് പഠിക്കാം. അപ്പം അത് ആദ്യമായിട്ട് പുട്ട് ഫോർവേഡ് ചെയ്ത വീസ് എന്ന് പറയുന്നൊരു സയൻറ്റിസ്റ്റാണ്. അതുകൊണ്ടാണ് നമ്മളതിനെ വീസ് തിയറി ഓഫ് ഫെറോമാഗ്നറ്റിസം എന്നാണ് പറയപ്പെടുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി 2 ക്ലാസിക്കൽ തിയറിയും ലാൻജവിൻ്റെ ക്ലാസിക്കൽ തിയറിയാണ്. ലാൻജവിൻ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണിത് പുട്ട് ഫോർവേഡ് ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ ലാൻജവിൻ ക്ലാസിക്കൽ തിയറിയാണ് രണ്ടിനും പഠിച്ചത്. ആൻഡ് ഇവിടെ നമ്മൾ പഠിക്കുന്ന വീസ് ഓർ ക്യൂരി വീസ് തിയറി ഓഫ് ഫെറോമാഗ്നറ്റിസം. അപ്പം ക്യൂരി ആൻഡ് വീസ് എന്ന് പറയുന്ന 2 സയൻറ്റിസ്റ്റാണ് 1907 ആദ്യമായിട്ട് ഇത് പോസ്റ്റുലേറ്റ് ചെയ്തത്. അപ്പം അവരുടെ തിയറിയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ആൻഡ് ദ തിയറി ഓഫ് ഫെറോമാഗ്നറ്റിസം പുട്ട് ഫോർവേഡ് ബൈ വീസ് ഈസ് ബേസ്ഡ് ഓൺ 2 ഹൈപ്പോത്തസിസ്. അപ്പം 2 ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ 2 ആശയങ്ങളിലാണ് ഇതിൻ്റെ ബേസിക് ആയിട്ട് ഇതിനുള്ളത്. ആൻഡ് ദ ഫസ്റ്റ് ഈസ് a specimen of ferromagnetic material contains a large number of small regions called domains, which are spontaneously magnetized, and the magnitude of spontaneous magnetization of the specimen as a whole is determined by the vector sum of the magnetic moments of the individual domains. അപ്പം നമ്മൾ ഇത് നിങ്ങൾ കുറച്ചുകൂടെ കാര്യമായിട്ട് അടുത്തത് പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് മാഗ്നറ്റിക് ഡൊമൈൻസ് എന്തുവാന്ന് കറക്റ്റ് തിയറി ഇനി പഠിക്കാനുണ്ട്. അതിന് മുമ്പ് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നമുക്ക് ഈ വീസ് തിയറി പറയണമെങ്കിൽ ഇതൊന്നും അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്താണ് വീസ് പറയുന്നത്? ഒരു ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിനെ നമ്മൾ ബൾക്ക് മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ അതിനുള്ളിൽ കൊച്ചു റീജിയൻസ് കാണും. ഈ ഓരോ സ്മോൾ റീജിയനും എങ്ങനെയായിരിക്കും? സ്പോണ്ടേനിയസ്ലി മാഗ്നറ്റൈസ്ഡ് ആയിരിക്കും. അതായത് സ്പോണ്ടേനിയസ്ലി മാഗ്നറ്റൈസ്ഡ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇൻ ദ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അതിനെന്തോ ഉണ്ട്, ഒരു മാഗ്നറ്റൈസേഷൻ ഉണ്ട്. പക്ഷേ അടുത്തടുത്തുള്ള എല്ലാ ഡൊമൈനും സെയിം മാഗ്നറ്റിക് ഡയറക്ഷൻ അല്ലെങ്കിൽ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ സെയിം ഡയറക്ഷൻ ആവണമെന്നില്ല. അപ്പോൾ ആ ബൾക്ക് മെറ്റീരിയലിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ മാഗ്നറ്റൈസേഷൻ ഡയറക്ഷൻ എടുക്കണമെങ്കിൽ ഓരോ ഡൊമൈനിൻ്റെയും മാഗ്നറ്റൈസേഷൻ്റെ ഡയറക്ഷൻ വെക്റ്റർ സം എടുക്കണം. അതിൻ്റെ അത് വെക്റ്റർ ഇതിലുപയോഗിച്ച് സം ചെയ്തെടുത്താൽ മാത്രമേ ആ ടോട്ടൽ മെറ്റീരിയലിൻ്റെ എന്ത് കിട്ടത്തുള്ളൂ? ടോട്ടൽ മാഗ്നറ്റൈസേഷൻ്റെ ഡയറക്ഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. നോക്കി ഈ ഫിഗർ കണ്ടോ? അപ്പോൾ ഇതൊരു ബൾക്ക് മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. അതിനുള്ളിൽ ചെറിയ കുഞ്ഞു റീജിയൻസ് ഉണ്ട്. ഈ ഓരോ റീജിയനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡൊമൈൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഡൊമൈനിൻ്റെ മാഗ്നറ്റിക് മൊമെൻ്റ് ഡയറക്ഷൻ മുകളിലോട്ടാണ്, ടോപ്പാണ്. ഇതാണ് ഇങ്ങോട്ടാണ്. അപ്പം ഇതിനകത്ത് ഓരോ ഡൊമൈനും സ്പോണ്ടേനിയസ്ലി മാഗ്നറ്റൈസ്ഡ് ആണ്. ഒരു പർട്ടിക്കുലർ ഒരു ഡയറക്ഷനിലേക്ക് അത് മാഗ്നറ്റൈസ്ഡ് ആണ്. സമയം അടുത്തടുത്തുള്ള 2 ഡൊമൈൻ ഒരേ ഡയറക്ഷനിലാവണമെന്നില്ല. അപ്പം ഇതിന് വേറൊരു ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റൈസേഷൻ. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് ഡൊമൈൻസ് കാണും. അപ്പം ടോട്ടൽ മെറ്റീരിയലിൻ്റെ മാഗ്നറ്റിക് മൊമെൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ മാഗ്നറ്റൈസേഷൻ്റെ സമ്മായിരിക്കും. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഇപ്പോൾ മനസ്സിലായാലും specimen of ferromagnetic material contains a large number of small regions called domains, which are spontaneously magnetized, and the magnitude of spontaneous magnetization of the specimen is as a whole is determined by the vector sum of the magnetic moments of the individual domains. അപ്പോൾ അതാണ് ഫസ്റ്റ് പോയിന്റ്. And the second point is the spontaneous magnetization of each domain is due to the presence of an exchange field BE, which tends to produce a parallel alignment of the magnetic atomic dipoles. അപ്പം ഈ ഒരു ഡൊമൈനിലും ഇത് ഇങ്ങനെ ഒരു ഫീൽഡിൻ്റെ പ്രസൻസ് പോലും ഇല്ലാതെ ഇത് ഒരേ ഡയറക്ഷനിൽ ഇരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, വീസ് പറയുന്നത്, അതിൻ്റെ ഉള്ളിൽ ഓരോ ഡൊമൈനിനുള്ളിലും ഒരു ഫീൽഡുണ്ട്. ആ ഫീൽഡിനെയാണ് എക്സ്ചേഞ്ച് ഫീൽഡ് എന്ന് പറയുന്നത്. ഈ ഫീൽഡാണ് ഈ അറ്റോമിക് ഡൈപോൾസിനെ ഒരേ ഡയറക്ഷനിൽ ഇരുത്താൻ സഹായിക്കുന്നത്. അപ്പം ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു മാഗ്നറ്റൈസേഷനുമാണ്.
BE is proportional to the magnetization M, or BE is equal to lambda M, and lambda is a constant called Wies field constant. ഇതാണ് രണ്ട് പോയിന്റ്സ്. സെക്കൻഡ് പോയിന്റ് പറയുന്നത് ഇത്രയേ ഉള്ളൂ. The spontaneous magnetization proportional to